ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊറിയർ എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് നമ്മളെ സോനു ഇങ്ങനെ കാത്ത് നിൽക്കുന്ന ഒരു കൊറിയറായിരുന്നു. അപ്പോൾ ഓനെ പൊട്ടിക്കാനും തന്നെ ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിക്കാറുണ്ട്, കത്രിക എടുത്തോണ്ടിരാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. അർജൻറ്റിൽ അവിടെ തന്നെ ഇരുന്ന് കണ്ട് പൊട്ടിക്കാൻ ഞാൻ തന്നെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു മീൻ പിടിക്കണ വലയാണ് നമ്മൾ കൊറിയറിൽ നമുക്ക് പാർസലായിട്ട് ഇങ്ങനെ വെക്കൂട്ടോ നമ്മൾ വെള്ളത്തില്. അപ്പൊ മീൻകളത്തിന്റെ ഉള്ളിൽ കയറും, എന്നിട്ട് കിട്ടുമല്ലേ നമുക്ക് പോയിട്ട് കാണട്ടോ. അപ്പൊ കയ്യിൽ കിട്ടിയ പാതി കിട്ടാത്ത പാതി പറഞ്ഞ പോലെ കിട്ടി അപ്പം തന്നെ പിന്നെ ചൂടോടെ മീൻ പിടിക്കാൻ പോകാനുള്ള ആവേശത്തിലായിട്ടോ. അപ്പൊ പിന്നെ അതും കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ പോയി. രാവിലത്തെ ഒരു അപ്പം ഉടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മൈദ ഉരുട്ടിങ്ങാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നനച്ചിങ്ങാണ്ട് ഉരുട്ടിങ്ങാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ മീനുങ്ങൾക്ക് തീറ്റായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വല വാങ്ങണം കേട്ടോ. മറ്റേ സൈസ് വലയ്ക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്, പരിചയമുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കുകയാണ് കേട്ടോ. മീൻ കയറും നിങ്ങൾ വെള്ളം അതിനെ നിർത്തി കളിങ്ങളെ നീന്തല് അശ്മിൽ നോളാവണോക്കും പിന്നെയും നേരല്ലോ അഴിട്ടൊടുക്കി കുട്ടി. അതിനിപ്പൊ പൊന്തിട്ടോ കല്ലിട്ടിട്ടുള്ള കല്ലിടാൻ വേണ്ട ആ ട്രാപ്പായോണ്ട് അങ്ങനെ നീ ഇവിടെ കെട്ടി, നീ എവിടെ കെട്ടിയോ എന്തോ വജ്ജ് തെരഞ്ഞു നോക്കി കയറിക്കോളിഞ്ഞാളെ. ഇവിടെ കെട്ടി നീ കെട്ടൊന്നും പിന്നെന്തിനാ വെറുതെ ഒരു കയറിങ്ങനെ. ആദ്യമായിട്ടാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും സോന, ക്ഷമി. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ തന്നെ നിന്നുകാണ്ട് എടുത്തപ്പോൾ മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടി. ഇപ്പോൾ ഗൈസ് ഞങ്ങൾ വല സക്സസ് ആയിക്കണോ. ചാടാത്ത ചത്തോ. അപ്പോൾ ഗൈസ് മീനൊക്കെ വെള്ളത്തിൽ കിടന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ ആമനെ കിട്ടി ഗൈസ്. സോനിയോ അതിന്റെ മൂട് കഴിച്ചു ഞാൻ പുല്ലിൻ്റെ കൊടുക്കും. അതിനെ കാണില്ല കുറച്ച് ഏയ് അപ്പം നമ്മൾ വലയിൽ ആമക്കുഞ്ഞിനെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആമക്കുട്ടീനെ പോയി തന്നെ കൊണ്ടുപോയിട്ട് കേട്ടോ. പിന്നീട് ഇത്രയുള്ള വീഡിയോ.